ഇന്ന് ഞാൻ സാലി മുഹമ്മദ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഹിന്ദി സിനിമ കണ്ടു. 2025 ഇറങ്ങിയ സിനിമയാണ്. തിസ്ക ചോപ്രയാണ് ഇത് ഡയറക്റ്റ് ചെയ്തിരിക്കുന്നത്. സാധാരണ ഒരു കുടുംബത്തിൽ നടക്കാവുന്ന ഒരു ചെറിയ കൊലപാതകത്തെക്കുറിച്ചാണ് ഇതിൽ പറഞ്ഞിരിക്കുന്നത്. അത് സിനിമ പണ്ടൊക്കെ കണ്ടിട്ടുള്ള സിനിമകളിൽ പോലെയൊക്കെ തോന്നും കഥ. അപ്പോൾ ഇത് അധികം നിങ്ങൾ റിപ്പീറ്റ് വാല്യൂ ഉള്ള സിനിമയല്ല, വൺ ടൈമായിട്ട് നിങ്ങൾക്ക് കണ്ടിരിക്കാവുന്നൊരു സിനിമയാണ്. ഒരു ഭാര്യേനെ ഒരു വീട്ടിലുണ്ട്. ഭാര്യേനെ അധികം ഫാഷനബിളായിട്ടുള്ള ഡ്രസ്സല്ല ധരിക്കുന്നത്. അപ്പോൾ ഭർത്താവ് അങ്ങനെ മൈൻഡൊന്നും ചെയ്യുന്നില്ല. അപ്പോൾ കസിൻ സിസ്റ്റർ വരികയാണ്. അപ്പോൾ ഭർത്താവിന് ആ കസിൻ സിസ്റ്ററിനോടൊരു ലവൊക്കെ തോന്നി, അഫെയർ ഉണ്ടാവുന്നു. ഭാര്യയുടെ പേരിൽ കുറച്ച് സ്വത്തുക്കളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് സ്വന്തമാക്കാൻ വേണ്ടിയിട്ട് ഭർത്താവ് ഈ ഭാര്യനെ കൊല്ലാൻ വേണ്ടി ഒരു ഗുണ്ടകളെയൊക്കെ ഏൽപ്പിക്കും. പക്ഷേ ഭാര്യ അത് മനസ്സിലാക്കിയിട്ട് ആ ഗുണ്ടകൾ വരുന്ന സമയത്ത് ആ വീട്ടിൽ ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ട് കസിൻ സിസ്റ്റർ ആ സമയത്ത് വരുന്ന രീതിയിൽ ഒരു സെറ്റ് ചെയ്തിട്ട് ആ കസിൻ സിസ്റ്റർ കൊല ചെയ്യപ്പെടുന്നു. അത് അറിഞ്ഞ് വീട്ടിലെത്തിയ ഭർത്താവും അവിചാരിതമായിട്ടൊരു ഹാർട്ട് അറ്റാക്ക് വന്ന് പെട്ടെന്ന് മരിക്കുകയാണ്. അപ്പോൾ ഇങ്ങനൊരു ഇതിനൊക്കെ രക്ഷപ്പെടുന്നൊരു കഥ പറയുന്നൊരു സിനിമയാണിത്. വലിയ ഇങ്ങനെ കാര്യങ്ങളൊന്നും ഇതിൽ സിനിമയിലില്ല. വൺ ടൈമായിട്ട് നിങ്ങൾക്കൊരു എൻ്റർടൈൻ ചെയ്യാൻ വേണ്ടി കാണാൻ പറ്റിയിട്ടുള്ള സിനിമയാണ്. ഇതിൽ അഭിനയിച്ചിരിക്കുന്നത് രാധിക ആപ്റ്റെ, പിന്നെ ദിവ്യേന്ദു എന്ന് പറഞ്ഞിട്ടുള്ളൊരു നടനുണ്ട്. അയാളെ മിർസാപൂറൊക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അയാളെ കണ്ടിട്ടുണ്ടാവും. ഇങ്ങനെ തോക്കെടുത്തൊക്കെ വെടിവെക്കുന്ന സീനിലൊക്കെ എടുത്ത് അയാളുടെ ഫോട്ടോ ഞാൻ കാണിച്ചു തരാം. ദിവ്യേന്ദു എന്ന് പറഞ്ഞിട്ടുള്ള ആളാണ്. ഇയാൾ അഭിനയിച്ചിട്ടുണ്ട്. ഇയാളാണ് മെയിൻ വില്ലൻ തരത്തിലുള്ള കഥാപാത്രമായിട്ട് ഈ സിനിമയിൽ അവതരിപ്പിച്ചിരിക്കുന്നത്. പിന്നെ നമ്മുടെ മലയാളത്തിൽ റൈഫിൾ ക്ലബ്ബിൽ അഭിനയിച്ചിട്ടുള്ള അനുരാഗ് കശ്യപ് എന്ന് പറഞ്ഞിട്ടുള്ള നടൻ, ഇദ്ദേഹവും ഇതിൽ അഭിനയിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതുപോലത്തെ കുറച്ചിങ്ങനെ ഫേമസ് ആയിട്ടുള്ള കുറച്ച് ആളുകൾ പ്രധാനപ്പെട്ട റോളുകളിലൊക്കെ അഭിനയിച്ചിട്ടുള്ളൊരു സിനിമയാണ്. ഒരു വൺ ടൈം എന്നുള്ളൊരു വാച്ചിൽ നിങ്ങൾക്കൊരു കാണാൻ പറ്റിയിട്ടുള്ളൊരു ഫാമിലി ഡ്രാമ, മർഡർ, മിസ്റ്ററി എന്നൊക്കെ എല്ലാം കൂടി ചേർത്തിട്ടുള്ളൊരു സിനിമയായിട്ട് നിങ്ങൾക്ക് കാണാം. വൺ ടൈമായിട്ട് കാണാം. റിപ്പീറ്റ് വാല്യൂ ഇല്ല ഈ സിനിമയ്ക്ക്. അധികം വലിയ സെറ്റപ്പുള്ള സിനിമയാണെന്നൊന്നും ഞാൻ പറയില്ല. 2025 ഇറങ്ങിയതാണ്. അപ്പോൾ ഇത്രയാണ് എനിക്ക് സിനിമയെ കുറിച്ച് പറയാനുള്ളത്. പിന്നെ ഞാൻ ഒരു 3 മാസം മുമ്പ് ക്രിസ്റ്റലോ എന്ന് പറഞ്ഞിട്ടുള്ളൊരു കമ്പനിയുടെ ഒരു വാച്ച് മേടിച്ചായിരുന്നു. ക്രിസ്റ്റലോ ഒരു ഇന്ത്യൻ നിർമ്മിതമായിട്ടുള്ളൊരു വാച്ചാണ്. ഈ വാച്ച് ആദ്യം ഞാൻ ബുക്ക് ചെയ്തത് വാച്ച് ചൈനീസ് ബ്രാൻഡിൽ ഏറ്റവും വിലക്കുറവുള്ള വാച്ച് നോക്കി മേടിക്കാൻ വേണ്ടിയിട്ട് ഞാൻ മേടിച്ചതാണ്. അപ്പോൾ ആദ്യം ഞാൻ ബുക്ക് ചെയ്തപ്പോൾ ഒരു ചൈനീസ് കമ്പനിയുടെ ഒരു വാച്ചായിരുന്നു മേടിച്ചിട്ട്. ആ വാച്ച് മേടിച്ച് കഴിഞ്ഞപ്പോൾ ആ വാച്ച് ഒന്നിനും കൊള്ളില്ല, പെട്ടെന്ന് തന്നെ കംപ്ലൈൻ്റ് ആയി. അപ്പോൾ എനിക്ക് വിഷമം ഉണ്ടായി. ഞാനപ്പോൾ ഒരു അത്യാവശ്യം കൊള്ളാവുന്ന ഇന്ത്യൻ ബ്രാൻഡ് ഏതാണെന്ന് സെർച്ച് ചെയ്ത് കണ്ടുപിടിച്ച് കഴിഞ്ഞപ്പോൾ എനിക്ക് ഇങ്ങനത്തെ ഒരു ഇന്ത്യൻ ബ്രാൻഡ് കിട്ടി. വലിയ കുഴപ്പമൊന്നുമില്ല. ഇപ്പോഴും വാച്ച് അകത്ത് ചെറുതായിട്ട് മഴ പെയ്തപ്പോൾ വലിയ മഴ പെയ്തപ്പോൾ ഞാൻ പുറത്ത് പോയപ്പോഴും ഇതിൽ വെള്ളം കയറിയായിരുന്നു. പക്ഷെ എന്നിട്ടും വാച്ച് ഇപ്പോഴും ഓടുന്നുണ്ട്. ഞാനിപ്പോൾ മേടിച്ചപ്പോൾ ഉള്ള സമയം സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന അതേ രീതിയിൽ തന്നെയാണ് സമയം ഇപ്പോഴും ഓടിക്കൊണ്ടിരിക്കുന്നത്. വലിയ കുഴപ്പമൊന്നുമില്ല വാച്ചിന്. കറക്റ്റായിട്ട് ഫോണിലെ സമയം തന്നെ ഇതിലും കാണിക്കുന്നുണ്ട്. കറക്റ്റായിട്ട് സൂചികളും കാര്യങ്ങളൊക്കെ കറങ്ങുന്നുണ്ട്. വേറെ ഇവിടെ എനിക്ക് തോന്നിയത്, ഇതിൻ്റെ ഉപയോഗിച്ച് കഴിഞ്ഞപ്പോൾ ചെറുതായിട്ട് തോന്നിയത്, വെള്ളം തൊട്ട് കഴിയുമ്പോൾ ചെറുതായിട്ട് ഇതിൻ്റെ ഇവിടെ ഇങ്ങനെ ഒരു റസ്റ്റിങ്ങോ പോലെ ഇങ്ങനെ ചെറിയൊരു കളർ ചേഞ്ച് വരുന്നുണ്ട്. അത് വലിയ കാര്യമായിട്ടുള്ള കളർ ചേഞ്ച് ആണെന്നൊന്നും ഞാൻ പറയില്ല. അപ്പോൾ വലിയ ബുദ്ധിമുട്ടോ കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. ഇതിൻ്റെ വാച്ചിൻ്റെ സൈഡിലൊന്നും വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല. പക്ഷെ അത് നിങ്ങൾക്ക് അതൊക്കെ വലിയ ഇതായിട്ട് തോന്നുകയാണെങ്കിൽ ഇത് മേടിക്കാണ്ടിരിക്കുന്നതായിരിക്കും നല്ലത്. അല്ലാതെ ഉപയോഗിക്കാൻ നമ്മൾ ഒരു ഇന്ത്യൻ കമ്പനി വേണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മേടിക്കാൻ പറ്റിയിട്ടുള്ളൊരു നല്ല വിലക്കുറവുള്ള വാച്ചാണ് ഇത്. ഞാൻ ഫ്ലിപ്കാർട്ടിൽ നിന്നാണ് മേടിച്ചത്. ഇപ്പോഴും ഈ വാച്ചിന് വലിയ കുഴപ്പമില്ല. ഇത് 1 വർഷത്തെ വാറണ്ടി ഉണ്ട് ഇതിൻ്റെ അകത്ത്. ഇങ്ങനൊരു വാറണ്ടി കാർഡ് കിട്ടും. ഇങ്ങനെ
1 ഇയർ വാറണ്ടി എന്ന് പറഞ്ഞതിൽ വാറണ്ടി കാർഡ് ഉണ്ടാവും. അപ്പോൾ നിങ്ങൾക്കിത് മേടിച്ച് ഉപയോഗിച്ച് നോക്കുക. ക്രിസ്റ്റലോ ഒരു ഇന്ത്യൻ കമ്പനിയാണ്. ഈ വാച്ച് കമ്പനി ഇപ്പോൾ വില കൂടിയ വാച്ചും ഉണ്ട് ഇവരുടെ കയ്യിൽ, വില കുറഞ്ഞ വാച്ചും ഉണ്ട്. ഞാൻ ഏറ്റവും വില കുറഞ്ഞ വാച്ചാണ് മേടിച്ചത്. ഇതിൻ്റെ അകത്ത് വേറൊരു സാധനം കൂടി ഉണ്ടായിരുന്നു, അതേ ഞാൻ എൻ്റെ കയ്യിൽ പോയി തോന്നണം. ഇങ്ങനെ ഈ ഒരു കാർഡും ഒരു വാച്ച് ഇങ്ങനെ പിടിപ്പിക്കുന്ന ഒരു പോലത്തെ ഒരു സാധനം കൂടി ഉണ്ടായിരുന്നു ഇതിൻ്റെ അകത്ത്. ഇങ്ങനത്തെ ഒരു പെട്ടിയുടെ അകത്താണ് വാച്ച് വരുന്നത്. ഇതിൻ്റെ അകത്തൊരു വേറൊരു ഹുക്ക് പോലെ എന്തൊരു സാധനം കൂടി ഉണ്ടായിരുന്നതാണ് എൻ്റെ ഓർമ്മ. ഞാനത് വാച്ചിങ്ങനെ കറക്റ്റായിട്ട് മടക്കി വെക്കാൻ വേണ്ടിയിട്ട്. ഈ വാച്ച് വലിയ കുഴപ്പമില്ല. നമുക്കൊരു ഇതിലൊരു 200 ഒരു 250 അല്ല, ഒരു 400-450 രൂപയുടെ അടുത്തോളം എൻ്റെ കയ്യിൽ നിന്ന് ചിലവായിട്ടുണ്ട്. അപ്പോൾ ഒരു അത്യാവശ്യം പൈസയുടെ പുറത്താണത്. നമുക്കൊരു വർഷം വാറണ്ടിയും തരുന്നുണ്ട്. ഒരു ഇന്ത്യൻ കമ്പനിയാണ്. പിന്നെ ഇതിൽ പ്രത്യേകിച്ച് വെള്ളം കയറിയിട്ട് പോലും ഈ സാധനം ചീത്തയായി പോയിട്ടില്ല. അകത്ത് വാട്ടർ റെസിസ്റ്റൻ്റ് അല്ല ഈ സാധനം. ഇത് സ്റ്റെയിൻലെസ് സ്റ്റീല് ബാക്ക് എന്ന് പറഞ്ഞ അവിടുത്തെയാണ്, കോട്സാണ്. അപ്പോൾ വലിയ കുഴപ്പമൊന്നും ഉണ്ടാവില്ല. സ്റ്റെയിൻലെസ് സ്റ്റീൽ ബാക്ക് എന്നാണ് കേട്ടോ പറഞ്ഞത്, ബ്ലാക്ക് അല്ല, ബാക്ക്. അപ്പോൾ ഇത് വലിയ കുഴപ്പമൊന്നും ഉണ്ടാവില്ല. ഞാനിപ്പോൾ റഫായിട്ട് ഉപയോഗിച്ചിട്ടും മഴയത്തൊക്കെ നല്ല മഴയത്ത് പോയിട്ടും വാച്ച് സർവൈവ് ചെയ്തിട്ടുണ്ട്. വാട്ടർ പ്രൂഫ് അല്ല, അത് മാത്രമാണ് എനിക്കൊരു പ്രശ്നമുള്ളൂ. 450 രൂപയ്ക്ക് ഒരു വാച്ച് മേടിക്കുക എന്ന് പറയുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഊഹിക്കാമല്ലോ. അതിൽ ഒരു നല്ലൊരു വാട്ടർ റെസിസ്റ്റൻ്റൊക്കെ വേണമെങ്കിൽ കുറച്ചും കൂടി ഒരു 1000-1500 രൂപയൊക്കെ മുടക്കിയിട്ടുള്ള വാച്ച് മേടിക്കേണ്ടി വരും. അതുപോലത്തെ ഉള്ള വാച്ചുകൾ ഫ്ലിപ്കാർട്ടിലുണ്ട്. ഈ കമ്പനിയുടെ തന്നെ, ക്രിസ്റ്റലോ എന്ന് പറഞ്ഞിട്ടുള്ള ഈ കമ്പനിയുടെ വാച്ച് അവൈലബിൾ ആണ്. ശരിക്കും ഈ വാച്ചിന് കൊടുത്തിരിക്കുന്ന വില 2199 രൂപയാണ്. വാച്ചുകൾക്ക് ഈ ഫ്ലിപ്കാർട്ടിൽ ഇപ്പോൾ വിലക്കുറവ് കൊടുത്തിട്ടുള്ള ചില സമയങ്ങളിലുണ്ടായിരുന്നു. അവർ സ്റ്റോക്ക് ക്ലിയർ ചെയ്യാനാണെന്ന് തോന്നുന്നു. പഴയ ഇരിക്കുന്ന സ്റ്റോക്കുകളോ അല്ലെങ്കിൽ ഇപ്പോൾ പുതിയ വാച്ചുകൾ വരുമ്പോൾ പഴയ വാച്ചുകളുടെ വില കുറച്ച് സ്റ്റോക്കുകൾ ക്ലിയർ ചെയ്യാൻ നോക്കുകയാണ്. അപ്പോൾ വാച്ചുകൾ മേടിക്കാൻ പറ്റിയിട്ടുള്ളൊരു സമയമായിരുന്നു. ഇപ്പോൾ മാർക്കറ്റിൽ എങ്ങനെയാണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ആ സമയത്ത് ഒരു 450 രൂപയ്ക്ക് ഞാൻ മേടിച്ച വാച്ചാണിത്. വലിയ കുഴപ്പമൊന്നുമില്ല. നിങ്ങൾക്ക് ഒരു ലോങ് ടൈമിൽ ഉപയോഗിക്കാൻ, നമുക്ക് മഴയത്ത് കൊണ്ടുപോകാതെ ഉപയോഗിക്കാൻ പറ്റിയിട്ടുള്ള വാച്ചാണ്. ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുകയാണ്.